കൈക്കൂലി കേസിൽ ജയിൽ DIGക്ക് സസ്പെൻഷൻ. ജയിൽ DIG MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. വിജിലൻസ് ശുപാർശ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി DIG വിനോദ് കുമാറിനെതിരെ? DIG MK വിനോദ് കുമാറിനെതിരെ ഇത്തരത്തിൽ കൈക്കൂലി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പരാതികൾ വിജിലൻസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് പരിശോധന നടത്തിയതും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയതും. അപ്പോൾ ഒരാളിൽ നിന്നല്ല, ജയിലിൽ പ്രതികളായിട്ടുള്ളവരിൽ നിരവധി പേരിൽ നിന്ന്, പ്രത്യേകിച്ചും ക്രിമിനൽ കേസ് പ്രതികളിൽ നിന്നടക്കം ജയിൽ DIG കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തെളിയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. വിനോദ് കുമാറിന്റെ നിലവിൽ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ബാക്കി നടപടികൾ ഈ സർവീസ് ചട്ടങ്ങൾ പാലിച്ചു തന്നെ അതിൽ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പോലീസിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനത്ത് നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ വിജിലൻസ് വകുപ്പ് വിജിലൻസ് നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായിട്ടുള്ള റിപ്പോർട്ട് DGP ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ്, ആ റിപ്പോർട്ടിലെ ശുപാർശ പരിഗണിച്ചാണ് നിലവിൽ ഇപ്പോൾ ജയിൽ DIGയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ശരി ഷീജ, ഷീജയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകി.